ഹലോ ഗൈസ്, ഇന്ന് വൈകിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇന്നല്ല എന്നും വൈകിട്ട് ഇത് തന്നെയാണ് പരിപാടി കേട്ടോ. ചപ്പാത്തിയും കറി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ്. ഇന്ന് സബ്ജി ഉണ്ടാക്കുന്നത് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു സബ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നേരെ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഈ വഴുതനങ്ങയുടെ തൊലി മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറിയിലിടുമ്പോൾ ഒരുമാതിരി കറുത്തിരിക്കുക, അതെനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പം അതൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കടുക് പൊട്ടിക്കാനായിട്ട് നോക്കിയപ്പോൾ എണ്ണയില്ല. എണ്ണ പിന്നെ പൊട്ടിച്ചൊഴിച്ച് വെച്ചു. പിന്നെ കടുകൊക്കെ ഇട്ടു. കടുക് പൊട്ടിയതിന് ശേഷം അല്ല പട്ടയും ഗ്രാമ്പും ബേ ലീഫും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി. പിന്നെ അതിലേക്ക് സവാള സ്ലൈഡ്സായിട്ട് അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത് കേട്ടോ. പിന്നെ അതിലേക്ക് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് ഒരിത്തിരി വെള്ളം കൂടെ ചേർത്ത് വേവിക്കാൻ വെച്ചു. ഈ ഒരു കഷ്ണങ്ങൾ വെന്ത് വന്നതിന് ശേഷമാണ്, ഒരു മുക്കാൽ വേവായതിന് ശേഷമാണ് നമ്മൾ വഴുതനങ്ങയും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചു കേട്ടോ. അപ്പോഴാണ് എന്തോ വഴക്കുണ്ടാക്കിക്കൊണ്ട് അക്കു വന്നത് കേട്ടോ. പിന്നെ അവളെ ഓടിച്ചു വിട്ടു. പിന്നെ അതിലേക്ക് ആ ഒരു കഷ്ണമൊക്കെ വെന്ത് വന്നതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് പൊടിവർഗ്ഗങ്ങൾ ചേർത്ത് കൊടുക്കാമേ. ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി, പെരുംജീരകം എല്ലാം കൂടെ ചേർത്തിട്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മിനുക്ക് പണികൾ, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയോ മല്ലിയിലയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ പെരുംജീരകം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുള്ള ഒരു സബ്ജിയും കൂടാണ്. അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇതേ 2 പേര് പോപ്കോൺ പൊട്ടിക്കാനായിട്ട് വന്നത്. അവിടെ പിന്നെ അടിപിടിയായി. എൻ്റെ അടുത്ത് 1-2 ദിവസം കൊണ്ടേ പറയുന്നതാണ് ഇത് പൊട്ടിച്ചു കൊടുക്കുന്നത്. ഞാനതിങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പം അവസാനം അവർ 2 കൂടെ എടുത്ത് പൊട്ടിക്കാനായിട്ടൊക്കെ ഓവനിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.